ഹലോ! ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ സാൻഡ്വിച്ച്. അപ്പോൾ ഈ സാൻഡ്വിച്ചിന് വേണ്ട സാധനങ്ങളൊക്കെ തയ്യാറാക്കിയത് നമ്മൾ ഇഡ്ഡലിച്ചെമ്പിലാണ്. ഇപ്പോൾ ഫുള്ള് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇഡ്ഡലിച്ചെമ്പിൽ ആവി കയറ്റി എടുത്ത സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കിയാലോ? അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബോൺലെസ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റമായ ഇഡ്ഡലി തട്ട് എടുത്ത് വെക്കാം. അതിലേക്ക് നമ്മുടെ 2 തട്ട് നിറച്ചും നമ്മുടെ എടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ 2 വറ്റൽമുളകും. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിനുശേഷം മുട്ടയാണ് എടുത്തേക്കുന്നത്. 1 മുട്ട, 2 മുട്ട വേണം ഇതിൽ. അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി തട്ട് ബാക്കിയില്ലാത്തത് കൊണ്ട് ഞാൻ വെളുത്തുള്ളി മുളക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒഴിച്ചു കൊടുത്ത് ഇത്രയെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്കിനി ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ആവി കയറ്റി വെക്കണം. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ തയ്യാറാക്കി വെക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് വേണ്ട മിക്സിനനുസരിച്ച് നമ്മുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് കട്ട് ചെയ്തത്. അതിനുശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കുക്കുംബറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് കുക്കുംബറാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം എടുക്കുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റി വെക്കണം. ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മുമ്പോൾ ആ സവാളേൻ്റെ ആ പച്ച ഒരു സ്മെല്ലൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടും. നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മാറ്റി വെക്കാം. എല്ലാം നന്നായിട്ടൊന്ന് തിരുമ്മി വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് വാടിയ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനും മുട്ടയും എല്ലാം നന്നായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒഴിക്കാനുള്ള സോസ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആവി കയറ്റി വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് ചേർക്കുവാണെങ്കിൽ കുറച്ച് നല്ല കളർ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ചീസിൻ്റെ സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതിനുശേഷം കുറച്ച് പാലും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. ഇപ്പോൾ കാശ്മീരി മുളകാണെങ്കിൽ നല്ല ചുമന്ന കളർ കിട്ടും. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് പിച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് സാൻഡ്വിച്ചിൻ്റെ. ഇനി നമ്മൾ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ ബ്രെഡ് എടുക്കാം, ചപ്പാത്തി അല്ലെങ്കിൽ കുബൂസ് ഏത് വേണമെങ്കിലും ഈ ഫില്ലിങ് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മേലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കണം.
അതിനുശേഷം ഇനിയൊരു ബ്രെഡ് കൊണ്ട് നമുക്കിതിന് മേലെ കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു തവ വെച്ചിട്ട് അതിലേക്ക് ഒരിത്തിരി ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇടണമെന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് മൊരിച്ചെടുക്കാവുന്നതാണ്. ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ബ്രെഡ് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വൈറലായിട്ടുള്ള ആവിയിൽ വേവിച്ച സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയതാണ്. ഇതിൽ പ്രത്യേകിച്ച് ഓയിലും കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ചാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയും പോകരുത് കേട്ടോ. എന്നാലാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ മറ്റു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.